ഹട്ട് ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതാ ഖദീജ, ഇത് രണ്ടാമത്തെ ഖദീജ, ഇത് മൂന്നാമത്തെ ഖദീജ. സ്പോൺസർ ബ്രോ. ഒരു രക്ഷയില്ല മക്കളെ. നമ്മുടെ മിനിക്കോയ് ദ്വീപ് എത്തിയിട്ടുണ്ട്. മിനിക്കോയില് നമുക്ക് ഇറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. ഇറങ്ങാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മിനിക്കോയിലത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാമായിരുന്നു. മിനിക്കോയിൽ ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടൂറിസ്റ്റ്, അതായത് കേരള സർക്കാരിൻ്റെ ടൂറിസ്റ്റ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ലക്ഷദ്വീപിലെ ആൾക്കാരെ ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ടൂറിസ്റ്റുകാരെ ഇറക്കുന്നത് കേട്ടോ. ഇതാണ് മിനിക്കോയ് ദ്വീപ്. കുറേ ആൾക്കാർ അതിലൂടെ ലഗേജ് എടുത്ത് പോയിരുന്നു. കുറേ ആൾക്കാർ ഇതിലൂടെ കയറിലൂടെ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് മൈ റൈഡ്സ് എന്നുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ദ്വീപിലേക്ക് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മിനിക്കോയ് ദ്വീപിൽ ഷിപ്പ് നിർത്തിയിട്ടുണ്ട്. വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മിനിക്കോയിലെ കാഴ്ചകളാണ്. മിനിക്കോയിൽ ഇറങ്ങണം ഉണ്ടായിരുന്നു, പക്ഷേ നടക്കില്ല. ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തിയത് കേട്ടോ. ആന്ധ്രോത്തിലുള്ള റുക്സാനയാണ്. ആന്ധ്രോത്ത് ദ്വീപകാരിയാണ്. നമ്മുടെ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ആള് അസലായിട്ട് ആളെ മെയിൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് ഓക്കെ. മിനിക്കോയ് ദ്വീപിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള കപ്പലാണ് കേട്ടോ, കവരത്തി കപ്പലാണത്. നമ്മൾ മിനിക്കോയിലേക്ക് ചാടാൻ വേണ്ടി പോവാണ്. അല്ല, പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു 1 hour പെർമിഷൻ തന്നിട്ടുണ്ട്. നമ്മൾ മിനിക്കോയിൽ പോയിട്ട് അവിടെ ഫുഡ് കഴിച്ച്, മിനിക്കോയിലെ ഫുഡാണെന്ന്. മിനിക്കോയിലെ ഫുഡ് സ്പോൺസർ ചെയ്തേന്ന് വളമാണ് കേട്ടോ. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ ഒരു അന്യായ സ്ഥലം. മിനിക്കോയിൽ ഇറങ്ങാൻ പറ്റിയെന്നൊരു വലിയ ഭാഗ്യം. നമ്മളിപ്പോൾ 2 ഓട്ടോ വിളിച്ചിട്ടുണ്ട്. മിനിക്കോയി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഓട്ടോയിൽ ചോദിച്ചു നോക്കുകയാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കണം. മിനിക്കോയി ഇറങ്ങി 2 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന സ്ഥലം കാണിച്ചിട്ട് എത്ര റേറ്റുകൾ. എൻ്റെ പൊന്നെ ഗൈസ്, ഇതാണ് നമ്മളെ ലക്ഷദ്വീപിൻ്റെ ഒരു ബ്യൂട്ടി. കണ്ടില്ലേ? അതെ, ഓട്ടോ ഇറങ്ങി ആ ഒരു സ്പോട്ടിൽ തന്നെ കണ്ടില്ല, വ്യൂ കണ്ടില്ലേ? എന്താ ഭംഗി ഇതിൻ്റെ. അയ്യോ,
അവിടെ ടൂറിസ്റ്റുകളൊക്കെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നേരെ അപ്പുറത്ത് നമ്മള് വരാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല, പക്ഷെ നമ്മൾ പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു 2 മണിക്കൂറിന് വന്നേക്കാണ്. ഇത് മിനിക്കോയിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസസ് കണ്ടിട്ട് ആ സ്ഥലം ഇതാണ്. അത് ഇതിന്റെ ഭാഗം തന്നെയല്ലേ മിനിക്കോയിന്റെ ആൾതാമസം ഇല്ലാത്ത മിനിക്കോയിന്റെ ഒരു ദ്വീപാണ്. കണ്ടോ ഇതെന്താണത്? ഇവിടെ ശരിക്ക് മണല് കുറവാണല്ലേ? ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകല്ലേ ഖദീജ? ഇതെന്തത്? എന്തത്? ഇവിടെ മണലില്ലല്ലോ. അടിപൊളി കല്ലുകള്. ഇതിപ്പോ നമ്മള് ലോറി എടുത്ത് വരണായിരുന്നു. ഇത് ശരിക്കേ നമ്മളെ നാട്ടില് ഇത് 600, 800, 900 രൂപയാണ് ഓരോ കല്ലിനും. ഒരു രക്ഷയില്ല. ഒരു ഭാഗം കണ്ടു കഴിഞ്ഞ് ഞങ്ങള് അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമ്മള് പോവുകയാണ്. എന്തായാലും നമുക്ക് ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള നമ്മുടെ പെർമിറ്റില് ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാ പൈസ തരേണ്ടതാണ്, പിന്നീട് പറയുന്നതാണ്. ഹട്ട്, ടൂറിസ്റ്റ് ഹട്ട്. നമ്മൾ പിന്നെ വന്നിട്ടുള്ളത് ഇതേ ഇവിടെ, അതായത് ഗവൺമെൻറ് ടൂറിസ്റ്റുകളെ കയാക്കിങ്ങും അതേപോലെ ബോട്ടിങ്ങും സ്നോർക്കലിങ്ങും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ടൂറിസ്റ്റിൻ്റെ മിനിക്കോയ് ഹട്ട് ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതേ ഖദീജ, ഇത് 2ാമത്തെ ഖദീജ, ഇത് 3ാമത്തെ ഖദീജ. സ്പോൺസർ ബ്രോ. ഒരു രക്ഷയില്ലേ മക്കളെ? വെള്ളമൊക്കെ കണ്ടില്ലേ? ഒരു രക്ഷയില്ല. സമയം നമുക്ക് കുറച്ചുള്ളൂ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തൽക്കാലം വിട പറയാണ്. ഇനി അടുത്ത നമ്മളെ കൽപ്പേനി പോയിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതിൻ്റെ പേരിൽ മാത്രം ഒന്ന് വന്നിട്ട് ഒന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്തതാണ്. വിശപ്പുണ്ടോ? വിശപ്പുണ്ടോ? നല്ല വിശപ്പുണ്ട്. മിനിക്കോയിൽ ഉച്ചക്ക് ഭക്ഷണം കിട്ടൂലെന്ന് അവർ പറയണത്. എന്താ ചെയ്യുക? മിനിക്കോയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടില്ല. നമ്മൾ മിനിക്കോയിൽ ഇറങ്ങിയിട്ട് കഴിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ ഭക്ഷണമല്ല. മിനിക്കോയി ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടു, ഫുള്ളായിട്ടൊന്നും കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് നമ്മൾ നേരെ കപ്പലിലോട്ട് പോവാണ്. അവിടെ നമുക്ക് 2 മണിക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അത് ഇനി കൽപ്പനി പോയിട്ട് വേണം നമുക്ക് വെള്ളത്തിലൊക്കെ ചാടി കുളിക്കാൻ. നമ്മൾ സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ്.